ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിന്റെ പാർട്ട് 2 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം? അതായത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുന്നതാണ്. അപ്പം പ്രോഗ്രാമിൽ ആദ്യം നമുക്ക് എന്താണ് വേരിയബിളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഹെഡറും മെയിൻ ഹാഷിംഗ് സ്റ്റുഡിയോയുടെ എന്ന് വെച്ചാൽ ഹെഡർ ആണ്. പിന്നെ മെയിൻ ഓഫിനകത്താണ് ഈ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ട് എന്നൊരു വേരിയബിളിനകത്ത് ബി ഈക്വൽ ടു 5 എന്നും h ഈസ് ഈക്വൽ ടു 2 എന്നും പിന്നെ എ എന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബി എച്ച് എന്നിവ എന്താണ് നമുക്കറിയാം. ബിയുടെ വാല്യൂ 5 എന്നും ഹെച്ചിന്റെ വാല്യൂ 2 എന്നുമാണ്. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണ്. അതാണ് എ എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ആണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണ്. ഫ്ലോട്ട് കൊടുക്കുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണ്. അടുത്ത എ എന്നതിലോട്ട് എന്താണ് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഹാഫ് ഇൻറ്റു ബി എച്ച്, ഹാഫ് ബി എച്ച് എന്ന് കൊടുക്കുകയാണ്. അപ്പം ഹാഫ് എന്നത് എന്താണ്, ഇൻറ്റീജേഴ്സ്, രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ രണ്ട് പൂർണ്ണമായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് ഹരിച്ചിരിക്കുകയാണ്, അതായത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതൊരു ഇൻറ്റീജർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് 0 ആയിട്ടാണ് നമ്മൾ ആ ഹാഫ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ a ഈക്വൽ ടു 0 b ഇൻറ്റു h, അതായത് 0 ഇൻറ്റു 5 ഇൻറ്റു 2, 0 ഇൻറ്റു 5 ഇൻറ്റു 2. ഹാഫ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻറ്റീജർ ആയതുകൊണ്ട് നമ്മൾ 0 ആയിട്ട് എടുക്കും. അപ്പൊ 0 ഇൻറ്റു ഇൻറ്റീജർ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ 0 ഇൻറ്റു b ഇൻറ്റു h എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 2. അപ്പം എന്താണ് ആൻസർ 0 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ലാസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ഓഫ് പെർസെന്റേജ് കോമ എ എന്നതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആണ്. അപ്പം അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, അതിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് എന്താണ് അതിന് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യണം. അപ്പം 0.000 എന്ന് പറയും. അപ്പൊ ആൻസർ എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഈസ്. അതായത് ഒരു ഫംഗ്ഷന്റെ ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് എന്തോന്നാണ്. അത് നള്ളുണ്ട്, ഓയിഡ് ഉണ്ട്, ഇന്റ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്. അപ്പൊ ഓപ്ഷൻസ് സി ആണ്. അതായത് ഒരു ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് അതിൽ അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്താണ് അതിനെ ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ആയിരിക്കും. അപ്പൊ ഇന്റ് എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ആണ്. അപ്പം ആൻസർ സി ആണ്. അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ഓഫ് എ സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് ക്യാരക്ടർ എന്താണ്, /0, /n, /t. നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൽ ഒരു സ്ട്രിങ് അവസാനിപ്പിക്കുന്നത് എപ്പോഴും നൾ ക്യാരക്ടറിലായിരിക്കും. നൾ ക്യാരക്ടർ എന്ന് വെച്ചാൽ /0 ഉപയോഗിച്ചായിരിക്കും. ആൻസർ /0 ആണ്. അടുത്ത, നെയിം ഓഫ് ആൻ അറേ റിട്ടേൺസ്. ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ അറേ, സൈസ് ഓഫ് ദ അറേ, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദ അറേ, ബേസ് അഡ്രസ് ഓഫ് ദ അറേ. ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. അതായത് അറേയുടെ പേര് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, അതിന്റെ ആദ്യത്തെ ബേസ് അഡ്രസ് ഉപയോഗിച്ചായിരിക്കും, അഥവാ മെമ്മറി ലൊക്കേഷൻ റിട്ടേൺ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും. ഇതൊരു എന്താണ്, ഒരു കോൺസ്റ്റന്റ് പോയിന്റർ പോലെയാണ്. അപ്പം ആൻസർ എന്താണ്, ഡി ആണ്. ബേസ് അഡ്രസ് ഓഫ് ദ അറേ ആണ്. അറേ റിട്ടേൺ ചെയ്യുന്നത് ബേസ് അഡ്രസ് ഓഫ് ദ അറേ ആണ്. ഓക്കെ. അടുത്തത്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം സെഗ്മെന്റ്. താഴെ തന്നിരിക്കുന്ന പ്രോഗ്രാം സെഗ്മെന്റിന്റെ ഔട്ട്പുട്ട് എന്താണ്. ഹാഷിംഗ് stdio.h മെയിൻ ഓഫ് ഇന്റ് ഐ ഫോർ ഐ ഈക്വൽ ടു 3, i less than 5, i plus plus, print f percentage d. അപ്പം ആൻസർ എന്താണ്, അതായത് ഫസ്റ്റ് നമ്മൾ ഇനിഷ്യലൈസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇന്റ് ആയി, അതായത് മെയിൻ ഓഫ് ഫംഗ്ഷനിലാണ് ഇന്റ് ആയി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഫോർ ലൂപ്പിനകത്ത് എന്താണ്, ഫോർ ലൂപ്പിനകത്ത് സെമി കോളം വെച്ച് ഓരോ ലൂപ്പിനും സെമി കോളം കൊടുത്തിട്ടുണ്ട്. അപ്പം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഫോർ i ഈക്വൽ ടു 3, ഫോർ i ലെസ് ദാൻ 5, i പ്ലസ് പ്ലസ്, അങ്ങനെയായിരിക്കും. അപ്പം ഈ ഒരു ഇങ്ങനെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും i എന്താണ്, ഐന്റെ വാല്യൂ 5 ആയിരിക്കും, 5 ആവും. പിന്നെ അടുത്ത 3-4 വാല്യൂസിന് ശേഷം എന്താണ്, i പ്ലസ് പ്ലസ്. അപ്പം i പ്ലസ് പ്ലസ് ആവുമ്പോഴത്തേക്കും 5 ആവും. അതായത് 3ന്റെ കൂടി i പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ 1 കൂട്ടുക എന്നാണ്. അപ്പം 3ന്റെ കൂടി 1 കൂട്ടുമ്പോൾ 4 ആവും, 4ന്റെ കൂടി 1 കൂട്ടുമ്പോൾ 5 ആവും. അപ്പൊ i പ്ലസ് പ്ലസ് അങ്ങനെ ആകും. അപ്പം i ലെസ് ദാൻ 5 എന്ന കണ്ടീഷൻ എന്താണ്, തെറ്റും.
അപ്പോൾ എന്താണ്, അപ്പം അടുത്ത് ഈ ആ ഒരു ലൂപ്പ് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താണ്, പ്രിന്റ് ചെയ്യിക്കുക എന്നാണ്. പ്രിന്റ് ഐ എന്ന് പറയുമ്പോൾ ലൂപ്പിന് ശേഷം അഞ്ച് എന്ന വാല്യൂ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. അപ്പൊ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ്. അടുത്ത വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം സെഗ്മെന്റ്. ഈ തന്നിരിക്കുന്ന പ്രോഗ്രാം സെഗ്മെന്റിന്റെ ഔട്ട്പുട്ട് എന്തെന്നതാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നത് ഹെഡർ ഫയലാണ്. മെയിൻ ഓഫ് ഫംഗ്ഷനകത്ത് ആദ്യം ഇനിഷ്യലൈസേഷൻ ചെയ്യണം. അതായത് ഇന്റീജർ ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇന്റീജർ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, z, x is equal to 4, y is equal to -10, a is equal to 4, b equal to 2. ഇത്രയും വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്തു. വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്താണ് എക്സ്പ്രഷൻ. ഇതാണ് എക്സ്പ്രഷൻ. z is equal to x plus plus minus x plus plus എന്ന് വെച്ചാൽ ഇൻക്രിമെന്റ് ആണ്, മൈനസ് y എന്ന് വെച്ചാൽ ഡിക്രിമെന്റ് ആണ്, ഇൻറ്റു b by a. ഇതാണ് എക്സ്പ്രഷൻ. ഇത് നമ്മൾ നോർമൽ ആയിട്ട് മാക്സിമം ബോൾട്ട് മാസ് ഇല്ലേ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇതുണ്ട്. മൂല്യം അനുസരിച്ചിട്ടാണ്, വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ, മുൻഗണന അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ആദ്യം വരുന്നത് ഡിക്രിമെന്റ് ആണ്. ആദ്യം ഡിക്രിമെന്റ് വരും, അതിന് ശേഷം ഇൻറ്റു വരും. ഡിക്രിമെന്റിന് ശേഷം ഇൻറ്റു വരും, ശേഷം ഡിവൈഡ് ബൈന് ശേഷം ഇൻക്രിമെന്റ് വരും. ഇൻക്രിമെന്റിന് ശേഷം മാത്രമാണ് മൈനസ് വരുന്നത്. മൈനസ്. അപ്പൊ ആദ്യം ഡിക്രിമെന്റ് ഇൻറ്റു ഡിവൈഡ് ബൈ ഇൻക്രിമെന്റ് മൈനസ്, ഇത്രയും വരും. ഇപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഈ ഒരു സാധനം എടുക്കണം. ഈ ഒരു സാധനത്തിൽ എന്താണ് പറഞ്ഞത്, മൈനസ് വൈ വൈ എന്ന് വരുമ്പോഴത്തേക്കും എന്താണ്, വൈന്റെ മൂല്യം, അതായത് വൈന്റെ വാല്യൂ y is equal to -10 എന്നല്ലേ, y is equal to -10 എന്നാണ്. ഈ ഒരു -10നെ എന്ത് ചെയ്യും, പ്രീ ഡിക്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അതിന്റെ വാല്യൂ -11 ആണ്. -11. അപ്പൊ y-യുടെ വാല്യൂ ഇപ്പൊ -11. അടുത്ത് നമ്മൾ ഈ എക്സ്പ്രഷനിലിട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് y into p divided by a. ഈ ഒരു വാല്യൂ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, y-ന്റെ വാല്യൂ ഇപ്പം -11 അല്ലേ. അപ്പം y-ന്റെ വാല്യൂ -11 into b by a. b by a എന്ന് വെച്ചാൽ എന്താണ്, 2. b-ന്റെ വാല്യൂ എത്രയാണ്, 2. ഇതടക്കാണ്. b-ന്റെ വാല്യൂ 2 ആണ്. 2 divided by a എന്ന് വെച്ചാൽ 4. a-യുടെ വാല്യൂ 4 ആണ്. is equal to എത്രയാണ്, is equal to നമുക്ക് എത്ര കിട്ടും ആൻസർ, -11 into 2. -11 into 2 എന്ന് പറയുമ്പോൾ -22 എന്ന് പറയും. -22 എന്ന് പറയും. -22 divided by 4. -22 divided by 4. -22 divided by 4 നമുക്ക് എത്ര നാക്കും, -5 എന്ന് കിട്ടും. -5 എന്ന് കിട്ടും. അപ്പോഴത്തേക്കും അടുത്ത് ചെയ്യേണ്ടത് ഇൻക്രിമെന്റ് ഫോം ആണ്. ഇൻക്രിമെന്റ് ഫോം എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയാണ്, എക്സിന്റെ വാല്യൂ 4 ആണ്. എക്സിന്റെ വാല്യൂ 4 ആകുമ്പോൾ എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ 5 ആകും. 5 ആയിരിക്കും. എക്സ് പ്ലസ് 4 എന്ന് ഒന്നും കൂടി കൂട്ടുമ്പോൾ അത് 5 ആയിരിക്കും. പ്ലസ് 5 ആയിരിക്കും. അപ്പം അതിനുശേഷം എക്സ് പ്ലസ് പ്ലസ് ആയി കഴിഞ്ഞാൽ അതിനുശേഷം ഇൻറ്റു 5 എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് മൈനസും കൂടെ ഇല്ല. എക്സ് പ്ലസ് മൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, എക്സിന്റെ വാല്യൂ 4 മൈനസ് ഓഫ് ആണ്. മൈനസ് ഓഫ് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും, 4 plus 5. 4 plus 5 അതായത് 9 എന്നായിരിക്കും.
മനസ്സിലായോ? അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈന്റെ വാല്യൂവിനെ എടുത്ത് പ്രിന്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഇതിന്റെ ഔട്ട്പുട്ട് എന്തോന്നാണ് മെയിൻ ഓഫ്. ഇതില് ആദ്യം യൂണിയനില് യൂണിയൻ സ്റ്റഡില് ക്യാരക്ടർ നെയിം 10 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റ് രജിസ്റ്റർ നമ്പർ, ഇന്റ് മാർക്ക് 1, ഇന്റ് മാർക്ക് 2 ഇതൊക്കെ ഉണ്ട്. അപ്പം ഒരു യൂണിയനിലെ ഏറ്റവും വലിയ മെമ്മറിയാണ് യൂണിയൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ മെമ്മറി ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുന്നത്, അറയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. അത് 10 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് 10 ബൈറ്റ്. ഈ ഒരു ഇന്റില് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 4 ബിറ്റ് ആണ്. അതുപോലെ 4 ബിറ്റ് ആയിരിക്കും, എല്ലാ ഇന്റിലും 4 ബിറ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും അടുത്ത് വരുന്നത് സൈസ് കണക്കാക്കാനാണ്. പ്രിന്റ് ഓഫ് പെർസെന്റേജ് ഡി സൈസ് ഓഫ് എസ് ടി, ഇതിന്റെ സൈസ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സൈസ് ഓഫ് എസ് ടി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് 10 ബൈറ്റ്. ഇതിലെ കൂട്ടത്തിൽ ഏറ്റവും വലുത് 10 അല്ലേ, ബാക്കിയെല്ലാം 4ആണ്. അപ്പൊ സൈസ് 10 ആയിരിക്കും. എന്നിട്ട് അതിന്റെ സൈസ് പ്രിന്റ് ചെയ്യണം. അപ്പൊ ആൻസർ എത്രയാണ്? കറക്റ്റ് ആൻസർ ഡി ആണ്. അത്രയാണ്. Which of the following header file must be included to use dynamic memory allocation functions? DOS.h, stdio.h, std, lib.h, memory.h. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, std lib.h. അതായത് മാൽ ലോക്ക്, കാലോക്ക്, റിലോക്ക്, ഫ്രീലോക്ക് ഇതൊക്കെ ഈ ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ്. അപ്പം ഇതൊക്കെ എന്തിലാണ്? std ലൈബ്രറി ഫങ്ഷൻ std lib.h എന്ന ഹെഡർ ഫയലിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് what will be the data type returned by the following function has included in the function of return float var 8.3. എന്താണ് ഇപ്പോഴത്തേക്ക് ഇന്റ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടൈപ്പ് ആണ്. അപ്പം ഒരു ഫംഗ്ഷൻ ഇന്റീജർ വാല്യൂ ആണെന്ന് നമുക്കറിയാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 8 എന്ന ആൻസർ ആണ് വരുന്നത്. അപ്പം ആൻസർ എന്താണ്? 8 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റീജർ ആണ്. അപ്പൊ ആൻസർ എ ആണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 18 പറയാൻ വിട്ടു, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.